ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ആശ വിനീഷ്. ഞാൻ മിറാസിൽ. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് നമ്മുടെ HSST കമ്പ്യൂട്ടർ സയൻസ് എക്സാം വന്നു അല്ലേ മിസ്? അതെ, ഡേറ്റ് വന്നു, കൺഫർമേഷൻ കൊടുക്കാനുള്ള സമയമായി. ആപ്ലിക്കേഷൻസ് ഒക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു, ഒരു 25,000-ഓളം പേരുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു ലാസ്റ്റ് വാല്യൂഷൻ അനുസരിച്ച് ഒരു 25,000 പേരാണുള്ളത്. കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ ഈ 25,000 എത്ര പേര് കൺഫർമേഷനെ കൊടുത്ത് ലാസ്റ്റ് എക്സാമിലേക്ക് ഉണ്ടാകും എന്നുള്ളത്. സാധാരണ ഒരു PSയുടെ ട്രെൻഡ് ഒക്കെ അനുസരിച്ച് ഒരു 4,000-ഓളം ഒക്കെ ആൾക്കാർ എലിമിനേറ്റ് ആയി പോകും. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു 20,000 ഒക്കെ വരുമായിരിക്കും. ബിറ്റ്വീൻ 20 to 25 മാത്രമേ കാണത്തുള്ളൂ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, കിട്ടിയ അവസരമാണ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ആവാനുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് മെയിൻ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ MCA MSCക്കാരോടാണ്. അതായത് MTechക്കാർക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ പോളിടെക്നിക്കലാണെങ്കിലും ഒരുപാട് എക്സ്റ്റൻഷൻ ഓഫീസർ വന്നു, അങ്ങനെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ആളുകളാണ്. ഇനിയിപ്പോൾ വരാനിരിക്കുന്ന കുറെ പോളിയിലെ എക്സാംസ് ഉണ്ട്. പക്ഷെ നമ്മൾ MCAക്കാർ MSCക്കാരുടെ ഒരു പ്രശ്നം എന്താ, നമുക്ക് കിട്ടണ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ശരിക്കും. എനിക്ക് തോന്നുന്നു വളരെ സീരിയസ് ആയിട്ട് എക്സാം കാണുന്ന കുറെ പേര് MCA MSc കാറ്റഗറിയിലുള്ളവർ MTechക്കാരും ഉണ്ടാകും. അവരോട് പിടിച്ചു നിൽക്കാനായിട്ട് ഇപ്പൊ ബിടെക്, ഇപ്പം ശരിക്കും ഈ പോർഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ബിടെക്കിൽ തൊട്ട് പഠിച്ചു തുടങ്ങുന്നതാണ് ഈ ഒരു പോർഷൻസ് എന്ന് പറയുമ്പോൾ. അപ്പൊ അതില് അങ്ങനെ MCAക്കാര് കുറച്ചൊരു എഫേർട്ട് എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എക്സാം ആർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാം ആണ്. അതിന്റെ സ്ട്രാറ്റജീസ് ഇനി വരുന്ന ദിവസങ്ങളിൽ എന്തായിരിക്കണം നിങ്ങളുടെ സ്ട്രാറ്റജീസ് എന്നാണ് ഈ വീഡിയോസിൽ പറയുന്നത്. ടീച്ചറെ, ഇപ്പം ടീച്ചർ കോളേജിൽ കുറച്ച് വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്, കോർ സബ്ജക്റ്റിൽ വർക്ക് ചെയ്യുന്നതാണ്, പലവിധ PSC എക്സാംസിന് ലിസ്റ്റിലുള്ള അധ്യാപികയാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, HSST കമ്പ്യൂട്ടർ സയൻസിനെ മിസ് നോക്കി കാണുന്നത് എങ്ങനെയാണ്? ഇത്തവണത്തെ HSSTക്ക് മുന്നത്തെ HSST ആയിട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്ക് GK ഇല്ല. അപ്പോൾ ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് GK ഇല്ല എന്നുള്ളൊരു അഡ്വാൻറ്റേജ്. കാരണം നമ്മളെപ്പോഴും ഈ കമ്പ്യൂട്ടർ സയൻസ് ആർക്ക് അവരുടെ സബ്ജക്റ്റിൽ ഇങ്ങനെ നിൽക്കാനും ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് GK പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, ഒരു ഇൻഹിബിഷൻ ഉണ്ടാവും. അപ്പൊ ഇത്തവണ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ GK ഇല്ല. പിന്നെ ഇതിൽ കൂടെ വന്നിരിക്കുന്ന ഒരു കാര്യം മാത്സ് ആണ്. GKക്ക് പകരമായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് മാത്സിലാണ്. മാത്സ് നമ്മൾ മെട്രിക്സ് തൊട്ട് ഇപ്പൊ ഫസ്റ്റ് ഇയറിൽ +2 തൊട്ട് നമ്മൾ മെട്രിക്സ് പഠിക്കുന്നവരാണ്. മെട്രിക്സ് പഠിക്കുന്നതാണ്. ഐഗൻ വാല്യൂ അവിടെ തൊട്ട് നമ്മൾ മെട്രിക്സിന്റെ ടൈപ്പ് ഓഫ് മെട്രിക്സ് തുടങ്ങിയ ആ ഒരു പോർഷൻസ് തൊട്ട് നമ്മൾ എന്തിൽ പഠിക്കുന്നുണ്ട്, ഇവിടെ മാത്സ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ മാത്സിന്റെ കേസിൽ മിസ് നമ്മൾ ശരിക്കും ഇത് ബിടെക്കിനും MCAക്കും ഒക്കെ പഠിക്കുന്ന +2 ലെവലുണ്ട്. ശരിക്കും മെട്രിക്സ് ഒക്കെ നമ്മൾ +2 ലെവലിൽ പഠിച്ചു തുടങ്ങുന്ന സബ്ജക്റ്റാണ്. പിന്നെ MCAയിൽ വരുന്ന സെറ്റ് തിയറി മെട്രിക്സ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് MCAയിൽ MSCയിലൊക്കെ പഠിക്കുന്നത്. പക്ഷെ അവിടുത്തെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒരു ചിലപ്പോൾ ഒരു 8 മാർക്കിനോ 5 മാർക്കിനോ 1 മാർക്കിനോ ഒക്കെ ആയിരിക്കും കണക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടാകുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കാൻ പോകുന്നത് ഇതിന്റെ ടൈം മാനേജ്മെന്റ് ആയിരിക്കും. അതെ, മാത്സിന്റെ ടൈം മാനേജ്മെന്റ് വളരെ വലിയൊരു ഇഷ്യൂ ആവും. കാരണം എന്ന് വെച്ചാൽ 16 മാർക്കിന് കണക്ക് ചോദിക്കുകയാണ്. ആ 16 മാർക്ക് നേടുക എന്നുള്ളത് എത്ര സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കണക്കിന് കൂടുതൽ സമയം ഇപ്പോൾ 16-നകത്ത് 32 മിനിറ്റ് കണക്കിന് ചിലവാക്കിയാൽ നമ്മുടെ കയ്യിൽ റിമൈനിങ് സമയം ഇത്രയേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അതിൽ തന്നെ ഒരു കണക്കിന് 5 മിനിറ്റ് ഒന്നും ചിലവാക്കാൻ നമുക്ക് സമയമില്ല. മെട്രിക്സ് ആണ്, ചെയ്ത് നോക്കാൻ ചിലത് ഇപ്പോൾ ഉണ്ടാകും, ചിലത് പെട്ടെന്ന് ആൻസർ കിട്ടുന്നതുണ്ടാകും. മത്സര പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ വേണം എന്തിനെ സമീപിക്കാനായിട്ടുള്ളത്, ഈ മാത്സിനെ സമീപിക്കാനായിട്ടുള്ളത്. അപ്പൊ ഈ മാത്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രീവിയസ് എന്തിനൊക്കെ ഈ പോർഷൻസ് കവർ ചെയ്യുന്നു എന്നറിയണം. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് എക്സാംസ് ഒന്നും കമ്പ്യൂട്ടർ റിലേറ്റഡ് മാത്സ് ഒരുമിച്ച് വന്നിട്ടില്ല. ഈ 2013 ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ അല്ലേ ഉള്ളൂ. അതായത് ഈ മാത്സ് അധികം നമുക്ക് പ്രീവിയസ് കാണാനില്ല. പക്ഷെ വേറെ ചില ക്വസ്റ്റ്യൻസിലുണ്ട്. ഇപ്പം റിസർച്ച് അസിസ്റ്റന്റ് എക്സാം ഈയിടെ PSC നടത്തുന്നുണ്ട്, അവിടെ മാത്സ് വരുന്നുണ്ട്, സ്റ്റാറ്റി വരുന്നുണ്ട്, പോർഷൻസ് വരുന്നുണ്ട്, പോളിടെക്നിക്കൽ മാത്സ് വരുന്നുണ്ട്, സെറ്റ് എക്സാംസിൽ വരുന്നുണ്ട്, മാത്സ് വരുന്നുണ്ട്. അങ്ങനെ ഡിഫറെന്റ് എക്സാംസിൽ ഇതിന് എവിടെയൊക്കെയാണോ ഈ മാത്സുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്ന അറിയുകയും അതിന്റെ PYQ ചെയ്യുമ്പോഴുമാണ്. കാരണം അവിടെ കൃത്യമായി തന്നെ ടൈം മാനേജ്മെന്റ് ഉണ്ടാവും. സെറ്റിന്റെ എക്സാംസിലെല്ലാം ഈ പോർഷൻസ് വരുന്നുണ്ട്, നെറ്റിന്റെ മാത്സിന്റെ പോർഷൻസിൽ വരുന്നുണ്ട്. അവിടെ ടൈം മാനേജ്മെന്റ് കറക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ മാത്സ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ ഒരു സജഷനാണ്. അതായത് നമ്മൾ ഗേറ്റ് ക്വസ്റ്റ്യൻസ്, അതായത് വളരെ കൃത്യമായിട്ടുള്ള ഗേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. വളരെ ചോദിക്കുന്നത് എന്നുള്ളത് PYQ ചെയ്ത് തന്നെ മാത്സ് പഠിക്കുക. ഇനിയുള്ള ദിവസം ഡെയിലി മാത്സ് ചെയ്തു പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പൊ ഞങ്ങളുടെ ഒരു ടൈം ടേബിൾ ഇവിടെ കാണാൻ പറ്റും. നമ്മൾ എഴുതി വെച്ചേക്കുന്നത് തന്നെ അങ്ങനെയാണ്. ഫസ്റ്റ് ഡേ തൊട്ട് നമ്മൾ മാത്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെയാണ്
ടൈം ടേബിൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അല്ലെ? മറ്റു പേപ്പറിന്റെ ഒപ്പം മാക്സിമം ചെയ്ത് തന്നെ പോകണം. കാരണം നമുക്ക് ആ സ്പീഡിനാണ് ഇമ്പോർട്ടൻസ്, ആക്യുറസി ആൻഡ് സ്പീഡിനാണ് ഇമ്പോർട്ടൻസ്. അപ്പൊ നമ്മൾ എത്ര അധികം വർക്ക്ഔട്ട് ചെയ്യുന്നോ അത്രയും ഇഫക്റ്റീവായിട്ട് നമുക്കിത് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എന്തായാലും മാത്സ് ആണ് നിങ്ങളുടെ റാങ്ക് തീരുമാനിക്കുന്നത്, അതിൽ ഒരു സംശയമില്ല. ഇല്ല. ഇനി നമ്മൾ പറഞ്ഞത് അടുത്ത 60 ദിവസം എങ്ങനെ പഠിക്കണം എന്നാണ്. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞു ഫസ്റ്റ് ഡേയിൽ തന്നെ മാത്സ് എടുത്ത് നോക്കണം. പക്ഷെ അവിടെ ഫസ്റ്റ് ഡേയിൽ നമ്മൾ വേറൊരു സബ്ജക്റ്റാണ് സബ്ജക്ട് എടുത്തിരിക്കുന്നത്. ഈ സബ്ജക്റ്റിന്റെ പ്രത്യേകത എന്താണ് പറയാൻ പറ്റും? ഇപ്പോൾ തിയററ്റിക്കൽ കമ്പ്യൂട്ടർ സയൻസ് ആണ്. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് വരുന്ന ഡാറ്റ സ്ട്രക്ചർ വരുന്നുണ്ട്, അൽഗരിതംസിന്റെ ഒരു പേപ്പർ വരുന്നുണ്ട്, പിന്നെ തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ, TOC, കമ്പൈൽ. 4ാമത്തെ മൊഡ്യൂളാണ് ഞങ്ങൾ ഫസ്റ്റിലെ എടുത്തേക്കുന്നത്. ഈ 4ാമത്തെ മൊഡ്യൂളിൽ 16 മാർക്കാണുള്ളത് അല്ലെ? എന്തുകൊണ്ടാണ് ആ മൊഡ്യൂൾ ആദ്യം ചൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം അതെ ഇത്തിരി ഡ്രൈ അല്ലെങ്കിൽ നമ്മളൊന്ന് മടിക്കുന്ന TOC ഒക്കെ ശരിക്കും നമുക്കൊരു MCA-ക്കാർക്ക് ഇതിലധികം ബേസ് ഇല്ല, അതാണ് സത്യം. MCA ഒന്ന് സർഫസ് ലെവലിൽ ടച്ച് ചെയ്ത് പോയിട്ടുള്ളൂ, അത്ര ഡീപ്പ് ലെവലിലേക്ക് അവർ എത്തിയിട്ടില്ല. ബിടെക്കിന്റെ ഒരു പേപ്പറായിട്ട് തന്നെ അതെ, ബിടെക്കിൽ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് പേപ്പറാണ്. പലരും ഇത് ആദ്യമായിട്ട് പഠിക്കുന്നവരാണ്. നെറ്റിനൊക്കെ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത ആളുകൾക്ക് ഇത് തീർച്ചയായിട്ടും നന്നായിട്ട് അറിയാവുന്ന ഒരു പേപ്പറാണ്. കാരണം നെറ്റ് പോയിന്റ് ഓഫ് വ്യൂലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് എടുക്കാൻ പഠിക്കുന്നത് ഇനി പഠിക്കണമല്ലോ, അങ്ങനെ ഒരു നമ്മൾ പേപ്പർ പഠിക്കുന്ന സമയത്തും എനിക്ക് തോന്നുന്നു ഈ TOC പഠിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളതാണ്. അപ്പൊ മത്സര പരീക്ഷ 16 മാർക്ക് നമുക്ക് വിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഡ്രൈ ആയിട്ടുള്ള സബ്ജക്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള 30 ദിവസമൊക്കെ എത്തുമ്പോൾ അതിനൊന്ന് റാപ്പിഡ് റിവിഷൻ ചെയ്യാൻ സമയം കിട്ടും. അതെ അല്ലെ? അപ്പൊ TOC പഠിക്കാനായിട്ട് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് ഒരു 9 ദിവസം കംപ്ലീറ്റ് ആ ഒരു മൊഡ്യൂളിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുത്തത്. ഡാറ്റ സ്ട്രക്ചർ എനിക്ക് തോന്നുന്നത് MCA-ക്കാർക്കും MTech-ക്കാർക്കൊക്കെ വളരെ അറിയാവുന്ന ഒരു ടോപ്പിക്കാണ്. മെട്രിക്സ് നമ്മളുള്ള ഡേ 1 തിയറി ഓഫ് കമ്പ്യൂട്ടർ സയൻസിൽ അറേ, സ്റ്റാക്സ്, ക്യൂസ്, ലിസ്റ്റ്സ്, ട്രീസ്, ബൈനറി സെർച്ച് എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ മെട്രിക്സ് എന്ന് പറഞ്ഞ ഒരു പോർഷൻ കൊടുക്കുന്നു. അങ്ങനെ ഓരോന്നും ക്ലബ് ചെയ്ത് പഠിക്കുക. ഇവിടെ എത്തുമ്പോഴത്തേനും നമ്മൾ എന്താണ് സെറ്റ് എന്നുള്ള പോർഷൻസ് ഈ ഡേ 9 കയറാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിനെ ഇതല്ലേ പുഷ് ഡൗൺ ഓട്ടോമേറ്റഡ് ഒക്കെ കൂടെ തന്നെ നമ്മള് അതായത് മാത്സും ഈ ഒരു പോർഷൻ, അതായത് ഇത് കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് ആയി. അതായത് ഈ ഒരു 9 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ഈ 9 ദിവസം നിങ്ങൾ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്തോളൂ. കാരണം ഈ 9 ദിവസം കഴിയുമ്പോൾ എനിക്കിത് പറ്റും എന്നുള്ള ലെവലിലേക്ക് നമ്മൾ എത്തും. അതായത് ഒരു 16+ എങ്ങനെ പോയാലും നിങ്ങൾക്ക് മിനിമം പോയാലും ഒരു 16ന്റെ കൂടുതൽ ഒരു 6-7 മാർക്കിലേക്ക് എത്തുകയാണ്. അതായത് 20-25 മാർക്കിനുള്ളിൽ നമുക്കൊരു 9 ദിവസം കൊണ്ട് എത്താൻ പറ്റണം. എപ്പോഴും മത്സര പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഡേയ്സിൽ മാർക്ക് സ്കോർ ചെയ്ത് മുകളിലേക്ക് കയറ്റാൻ ശ്രമിക്കണം. ലാസ്റ്റ് മൊമെന്റിലേക്ക് വലിയ പോർഷൻസ് വെച്ചുകൊണ്ടിരിക്കരുത്. കാരണം ലാസ്റ്റ് മൊമെന്റ് ആണ്, നമുക്ക് ടെൻഷൻ കൂടി വരുന്ന സമയമാണ്. ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് ഈ പോർഷൻ കവർ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. സോ ടൈം ടേബിൾ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊക്കെയാണ്. 2ാമത്തെ മൊഡ്യൂൾ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുവാണെങ്കിൽ മിസ് ചെയ്ത് കൊടുക്കും. 2ാമത്തെ മൊഡ്യൂള് ഏറ്റവും അതായത് ഇതിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ വരുവാണെങ്കിൽ ആക്ച്വലി ഇൻഫർമേഷൻ ടെക്നോളജി ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു DBMS എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പൊ ഏത് പോയിന്റ് ഓഫ് വ്യൂ ആട്ടെ, നെറ്റ് പോയിന്റ് ഓഫ് വ്യൂ ആട്ടെ, ഗേറ്റ് പോയിന്റ് ഓഫ് വ്യൂ ആട്ടെ, എവിടെ നിന്ന് ഒരു കമ്പ്യൂട്ടർ സയൻസുകാരൻ പോയാലും അവന് അടിസ്ഥാനപരമായിട്ട് വേണ്ട ഒരു നോളജ് ഡാറ്റാബേസിലാണ്. അപ്പൊ എന്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ആ ഒരു മൊഡ്യൂളിൽ തന്നെ പ്രോഗ്രാമിംഗ് ആണ്. അപ്പൊ DBMS പഠിച്ച് സ്ട്രെസ്ഡ് ആവുമ്പോ എന്ത് ചെയ്യാം, നമുക്ക് അതിൽ തന്നെ പ്രോഗ്രാമിംഗ് ഉണ്ട്. അപ്പൊ DBMS-ലും പ്രോഗ്രാമിംഗിലും C++ ആണ് അവിടെ ചോദിച്ചേക്കുന്നത് അല്ലേ? മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതെ, അവിടെ പ്രത്യേകത വെച്ചാൽ DBMS നിങ്ങൾ കൂടുതൽ വെയിറ്റേജ് കൊടുക്കുക. ബാക്കിയുള്ളത് നമുക്ക് ഈ ഔട്ട്പുട്ട് പ്രെഡിക്ഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് അതിൽ നിന്ന് വരാനുള്ള സാധ്യതയുള്ളൂ. അപ്പൊ അത് കോൺസെപ്റ്റ് അറിയാവുന്ന ഒരാളാണ്, ബേസിക് ആയിട്ടുള്ള നോളജ് കമ്പ്യൂട്ടർ സയൻസിലുള്ള ഒരാൾക്ക് ഈസിയാണ്. CM CPP ഒക്കെ കണ്ണടച്ച് അല്ലെ, നമുക്ക് ഉറക്കത്തിൽ വന്ന ഒരാൾ ഒരു കോൺസെപ്റ്റ് ചോദിച്ചാൽ പോലും പറയുന്ന രീതിയിലാണ് ഒരു കമ്പ്യൂട്ടർ സയൻസുകാരെ MTech വരെ അല്ലെങ്കിൽ MCA വരെ എത്തിയ ഒരാൾക്ക് അത്ര ഈസിയാണ്. അപ്പൊ നമ്മൾ കുറച്ച് സമയം ഒരു 4 ദിവസം DBMS-ന്റെ ഒരു കവറേജും ബാക്കി ഒരു 3 ദിവസമൊക്കെ നമുക്ക് മറ്റുള്ള CCP കവർ ചെയ്ത് ടൈം ടേബിൾ തയ്യാറാക്കാൻ പറ്റും. അതിൽ പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഒന്ന് കാണുക. പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് ഒരു NCA എക്സാംസ് ഒക്കെ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ തൊട്ട് അടുത്ത് നമുക്ക് വന്ന നമ്മളിപ്പോ ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യുന്ന സിലബസ് ഇപ്പൊ NCA-യുടെ സിലബസ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇപ്പൊ പുതിയൊരു സിലബസ് ഇതുവരെ മാറ്റില്ല. കമ്പ്യൂട്ടർ സയൻസിന് വേണ്ടി ഒരു NCA എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഈ കമ്പ്യൂട്ടർ സയൻസിന്റെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതിന്റെ സിലബസും ഒക്കെ കാണണമെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുത്തിരിക്കുക. ആ ലിങ്കിലൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ തിയറി ഫസ്റ്റ് മോഡ്യൂള് നമ്മള് ഈ സീരീസ് ഓഫ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് NCA-യുടെ എല്ലാ സബ്ജക്ട്സും ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോസ് കണ്ട
വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. എവിടെ പഠിക്കണം, എന്ത് പഠിക്കണം എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോസ് എല്ലാം ചെക്ക് ചെയ്ത് NCL HSST വന്ന എല്ലാ ക്വസ്റ്റ്യൻസും സബ്ജക്ട് വൈസ് തിരിച്ച് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണുക കേട്ടോ, എല്ലാവരും കാണുക. അത് ഇപ്പൊ ടീച്ചർ പറയുന്നത് പോലെ തന്നെ TOCയുടെ പ്രത്യേകത, TOCയിൽ ഇപ്പൊ എന്താണ് പഠിക്കേണ്ടത്, TOC എങ്ങനെ കവർ ചെയ്യണം എന്നുള്ള ഒരു വീഡിയോയും ഞാനിവിടെ മുകളിൽ ഐ ബട്ടണിൽ കൊടുക്കാം. ആർക്കെങ്കിലും ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ അത് അപ്കമിങ് വീഡിയോ ആയിരിക്കും, അതും ഒന്ന് കണ്ടു നോക്കുക. TOCയെ പറ്റി കൃത്യമായ ഒരു ഐഡിയ നിഷ മിസ് നൽകുന്നതായിരിക്കും എങ്ങനെ പഠിക്കണം എന്നുള്ളത്. ഓക്കെ, ദെൻ ടീച്ചറെ മൂന്നാമത്തെ മോഡ്യൂള്, ഇതേപോലെ തന്നെ രണ്ടാമത്തെ മോഡ്യൂൾ പോയി കഴിഞ്ഞാൽ മൂന്നാമത്തെ മോഡ്യൂള്, മൂന്നാമത്തെ ഒരു പോർഷൻ ഏത് പറയാൻ പറ്റും? അതായത് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ഒരു മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു സെക്യൂരിറ്റിയുടെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ മൊഡ്യൂളാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് ടീച്ചർ ആ മൊഡ്യൂള് വെയിറ്റേജ് കൂടുതലാണ്, അതോടൊപ്പം തന്നെ എളുപ്പവുമുണ്ട്? അത് എളുപ്പവുമാണ്, അതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അതായത് ഫസ്റ്റ് വരുന്നത് വെബ് ടെക്നോളജി എന്ന് പറഞ്ഞൊരു പോർഷൻ, അതായത് അതിൽ HTML, XML, JavaScript അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇപ്പൊ ഈ IT വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇപ്പൊ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ തോന്നി വന്നിരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ ഒന്നും നോക്കേണ്ട പോലും കാര്യമില്ല. പിന്നെ HTML ഒക്കെ ബേസിക്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, പിന്നെ വളരെ എളുപ്പമായിട്ട്, അതായത് ഇതൊന്നും ഒരു തിയറി അല്ല, അതായത് നമുക്ക് ജസ്റ്റ് ടാഗുകൾ ഏതൊക്കെ ടാഗ് ഇവിടെ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ സമയം ചെലവാക്കണ്ട, പക്ഷെ അതിന് നമുക്ക് ഒരുപാട് മാർക്ക് കിട്ടും. അപ്പോൾ ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി 20 മാർക്കിന് ചോദിക്കുന്നതാണ്. അടുത്ത പ്രയോറിറ്റി പോകുന്ന പോർഷൻ അത് തന്നെയാണ്. അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ പരിചയപ്പെടുക എന്നുള്ളതാണ് അവിടെ ഏറ്റവും വലിയ കാര്യം. അവിടെ നിന്നും റെലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പിന്നെ ആ ഒരു ഇതിൽ തന്നെ ഇപ്പൊ ഒരു എല്ലാവർക്കും ഒരു ഡ്രൈ ആയിട്ട് തോന്നുന്ന ഒരു ടോപ്പിക് IT സെക്യൂരിറ്റിയാണ്. ഓക്കെ, പക്ഷേ നമ്മളുടെ PSC ലെവലിലുള്ള നിങ്ങൾ റീസെന്റ് ഹിസ്റ്ററി ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാനും സാധിക്കും പലവിധ എക്സാംസിന്. ഈ പോർഷൻസ്, ഈ ഇത്രയും പോർഷൻസും ഇപ്പൊ ടൈപ്പ് റൈറ്റിംഗ് എക്സാംസ് തൊട്ട് PSCയുടെ പാനലിൽ ഈ ഒരു പോർഷൻസ് ഉള്ളതാണ്. പ്രോഗ്രാമർക്ക് കൊടുക്കുന്നുണ്ട്, എല്ലാത്തിനും ഇവിടെ ഈ ഒരു ഇത്രയും പോർഷൻസിലെ ക്വസ്റ്റ്യൻസ് കടന്നു വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഡേറ്റാബേസ് PSCയുടെ അത്യാവശ്യം റിച്ച് ആയിരിക്കും. PSCയുടെ ഡേറ്റാബേസിലുള്ള ക്വസ്റ്റ്യൻസും അങ്ങനെയുള്ള സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ തന്നെയാണ് ഞങ്ങൾ ക്ലാസ്സുകൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. കംപ്ലീറ്റ് സിലബസ് തീർത്തിട്ട് കംപ്ലീറ്റ് സിലബസിന്റെ ക്ലാസ്സുകൾ, അതിന്റെ MCQs, സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കണക്ട് ചെയ്താൽ മതി. ഈ ഒരു കംപ്ലീറ്റ് സിലബസും നിങ്ങൾക്ക് അറ്റ് എ ഗ്ലാൻസിൽ, ഇപ്പോൾ ഈ സെർച്ച് ചെയ്യാനൊന്നുള്ള ഒരു സമയവും ഇല്ല, ഒറ്റയടിക്ക് ഇതെല്ലാം കിട്ടണം. അതിന്റെ മോഡൽ എക്സാംസ് ഇപ്പൊ ഇവിടെ ഈ ടൈം ടേബിൾ ബേസ് ചെയ്ത് തന്നെയായിരിക്കും ഞങ്ങൾ ക്ലാസ്സുകളും എടുക്കാറുള്ളത് അല്ലേ? അതെ, ഈ മോഡൽ എക്സാംസ് നമ്മൾ കൊടുക്കാറില്ലേ? മോഡൽ എക്സാം കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ ഓരോ ടോപ്പിക്സ് എടുക്കുമ്പോഴും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അതിപ്പോൾ നമ്മൾ PSC മാത്രമല്ല, PSC, ഗേറ്റ്, നെറ്റ് ഇതെല്ലാം റെഫർ ചെയ്തിട്ടാണ്. കാരണം ഇനി വരാൻ പോകുന്ന PSC എക്സാം ഇതുവരെ നിങ്ങൾ 2018 കണ്ട HSST അല്ല വരാൻ പോകുന്നില്ല. തീർച്ചയായിട്ടും അവിടെ മാറ്റങ്ങൾ ഉണ്ടാകും, പ്രസ്താവന ചോദ്യങ്ങൾ ഉണ്ടാകും. അതെ, അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ CC കൊടുക്കുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 ദിവസം കഴിഞ്ഞ് 7ാമത്തെ ദിവസം മോഡൽ എക്സാമും അതോടൊപ്പം തന്നെ മാത്സിന് മാത്രമായിട്ട് സെപ്പറേറ്റ് റിവിഷൻ ക്ലാസ്സും ഉണ്ടാകും അല്ലേ? അതെ, ഓരോ ക്ലാസ്സിനോടും ഒപ്പം അതിന്റെ റിവിഷൻ ക്ലാസ്സുകൾ, ടോപ്പിക്സുകൾ നിങ്ങളുമായിട്ട് കവർ ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്തൊരു ടോപ്പിക് പറയുകയാണെങ്കിൽ ടീച്ചർ ഏത് ടോപ്പിക് പറയും? പിന്നുള്ളത് നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. അതായത് നമുക്കറിയാം, കമ്പ്യൂട്ടർ സയൻസ് അറിയാവുന്ന എല്ലാവരും ഏറ്റവും കോർ പേപ്പേഴ്സ് ആണ് രണ്ടും. നെറ്റ്വർക്ക് ആണെങ്കിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിലും വളരെ കോർ ആയിട്ടുള്ള 2 സബ്ജക്റ്റുകളാണ്. അപ്പൊ ഈ മൊഡ്യൂളിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. ഇതില് കമ്പ്യൂട്ടർ നെറ്റ്വർക്സിൽ നമുക്ക് എന്നും അറിയാവുന്നതാണ് IPv6, IPv4, ഹെഡർ ഫോർമാറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻസ്, റൂട്ടിംഗ് അൽഗോരിതം റിലേറ്റഡ് ആയ ക്വസ്റ്റ്യൻ. അപ്പോൾ കുറെ ക്വസ്റ്റ്യൻസ് ഇവിടെ ഈ നെറ്റ്വർക്കിലെ പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്ന ഒരു ഏരിയ അതാണ്. പിന്നെ അതുപോലെ OSI ലേയേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, അതിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നെറ്റ്വർക്കിൽ നിന്ന് ചോദിക്കാം. അതുപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് ഉണ്ട്. ഓക്കെ, അവിടെ ചെറിയ പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ വർക്കൗട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഫാസ്റ്റർ ആയിട്ട് നമുക്ക് അത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ PSC മുന്നേ ചോദിച്ചതെല്ലാം തിയററ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെയാണ്, പക്ഷെ ഇനി പ്രോബ്ലം ചോദിക്കുകയില്ല. അതെ, ഓക്കെ. അപ്പം എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക ഈ മോഡ്യൂൾസിൽ. അത് തന്നെയായിരിക്കണം കോർ ഏരിയയിൽ ഇനിയുള്ള ദിവസങ്ങൾ ഉൾപ്പെടുത്തേണ്ടത്. എല്ലാം വാരി വലിച്ച് പഠിക്കുക എന്നുള്ളത് നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഇനിയും അടുത്തത് മിസ് പറയുകയാണെങ്കിൽ നമ്മൾ പറയാനുള്ളത് മറ്റേ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആർക്കിടെക്ചർ എന്ന് പറയുന്ന മൊഡ്യൂളാണ്. അതിൽ വരുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് ഡിജിറ്റൽ ലോജിക്കും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഓർഗനൈസേഷനുമാണ് വരുന്നത്. അവിടെ ലോജിക് ഫംഗ്ഷൻസ് വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ മറ്റേ സർക്യൂട്ട്സ് ഒക്കെ വരുന്നത് അവിടെയാണ്. കോമ്പിനേഷനിലും ഡിജിറ്റൽ ലോജിക്കിനകത്ത് സർക്യൂട്ട്, പിന്നെ നമ്പർ സിസ്റ്റം, നമ്പർ റെപ്രസെന്റേഷൻ, ഡിജിറ്റൽ ടു ബൈനറി, അങ്ങനത്തെ കൺവേർഷൻ ഒരുപാട് PSCയിൽ ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും നമ്പർ കൺവേർഷൻസ്, കാരണം അത്ര കോംപ്ലിക്കേറ്റഡ് ലെവലിലേക്ക് ഈ റീസെന്റ് നടന്ന എക്സാംസ് ഒന്ന് പരിശോധിച്ചാലും അറിയാം, ഈ കൺവേർഷൻസ്
കൂടുതൽ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ആ കൺവേർഷൻസ് ചെയ്യുമ്പോഴും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ടെക്നിക്സ് ഉണ്ടെങ്കിൽ, കാരണം ഒരുപാട് സമയം എടുത്ത് നമുക്ക് ചെയ്യാൻ സമയമില്ല, ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് തീർക്കുകയും ചെയ്യണം. പിന്നെ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആണ്. 16 മാർക്കാണ് ഈ 2 ടോപ്പിക്കും കൂടെ ചോദിച്ചിരിക്കുന്നത്. 8 മാർക്കായിരിക്കാം മേ ബി അവിടെ രണ്ടിൽ നിന്നൂടെ കടന്നു വരുന്നത്. സോ അവിടെ ഈ കമ്പ്യൂട്ടർ ഓർഗനൈസേഷനിൽ എന്തൊക്കെയായിരിക്കണം? ക്യാഷ് മെമ്മറി, അതുപോലെ ഇൻസ്ട്രക്ഷൻ, അഡ്രസ്സിംഗ് മോഡുകൾ എന്തൊക്കെയാണ്, DMA എന്താണ്, പൈപ്പ് ലൈനിങ്, അങ്ങനെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഇപ്പോൾ ചോദിച്ച് കണ്ടിരിക്കുന്നത്. PYQs ഒക്കെ ഈ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ എങ്ങനെയായിരിക്കണം? ഇതിപ്പം CCയുടെ ഒരു ടൈം ടേബിൾ ആണ്, നിങ്ങൾക്ക് നിങ്ങളുടേതായ ടൈം ടേബിളുകൾ സെറ്റ് ചെയ്യാം. പക്ഷെ എപ്പോഴും ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ മാത്സ്, ഇവിടെ എല്ലാം ഞങ്ങൾ മാത്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മാത്സ് ആദ്യം തൊട്ട് തന്നെ ഇൻക്ലൂഡ് ചെയ്ത് അതിനെ ചെയ്ത് നോക്കി തന്നെ പരിശീലിക്കുക. PYQs കാണുക, PYQs ചെയ്യുക. 100 മാർക്കിന്റെ മോഡൽ എക്സാംസ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ആദ്യത്തെ ടൈം തൊട്ടേ ചെയ്തു നോക്കണം. അതെ, കൂടുതൽ അതായത് കുറെ തിയറിയിലേക്കല്ല, നമ്മൾ കൂടുതൽ എങ്ങനെ ക്വസ്റ്റ്യൻ വരും, ആ തിയറിയിൽ നിന്ന് ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത് അത് കാണണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കാണണം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രമല്ല, ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്കിപ്പോൾ വിരൽത്തുമ്പിലാണ് നമ്മുടെ ലോകമല്ലേ മിസ്. അപ്പോൾ എന്താണ്, ഇഷ്ടം പോലെ വെബ്സൈറ്റുകളുണ്ട്. സ്റ്റാൻഫോർഡ്, പിന്നെ ഗേറ്റിന്റെ ക്വസ്റ്റ്യൻസ്, മൾട്ടിപ്പിൾ ചോയ്സ് കിട്ടുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഗീക്സ് ഫോർ ഗ്രീക്സ്, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് കിട്ടുന്ന ഒരുപാട് നല്ല ടെക്സ്റ്റ് ബുക്ക്, അങ്ങനെ കുറേ ഉണ്ട്. ഒത്തിരി സൈറ്റുകളുണ്ട്, അതൊന്നൊക്കെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ കുറേ പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ടൈം ഇപ്പൊ എല്ലാം നമ്മൾ സെർച്ച് ചെയ്ത് കൊണ്ടുവച്ച് ഇനിയും ടൈം നമ്മുടെ കളയരുത്. നമ്മൾ 1 by 1 ആയിട്ട് ഇന്ന് തൊട്ട് തുടങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ പ്രൊഫഷണൽ കോഴ്സ് ഒക്കെ കഴിഞ്ഞു വന്ന ഒരാൾക്കാരായതുകൊണ്ട് തന്നെ ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് നെക്സ്റ്റ് മെറ്റീരിയൽസ് സോർട്ട് ഔട്ട് ചെയ്ത് വെച്ച് അടുത്ത ജമ്പിലേക്ക് പോകാം എന്ന് വിചാരിക്കരുത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിനെ കൈകാര്യം ചെയ്യണം. ഏറ്റവും ക്രിസ്പി ആയിട്ട് നിങ്ങളിലേക്ക് കിട്ടുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് തന്നെ പോകണം. കാരണം നല്ലൊരു സാലറി പാക്കേജ് ആണ്, നല്ല ജോബാണ്. അതിനെ കണ്ടില്ല എന്ന് നടിക്കരുത്. CCയുടെ ക്ലാസ്സുകൾ കഴിഞ്ഞ 6 മാസത്തിലുള്ള കഴിഞ്ഞ HSST, ഹിന്ദി അങ്ങനെയുള്ള മികച്ച എക്സാംസിലൊക്കെ 1ാം റാങ്ക് കിട്ടിയ സ്ഥാപനമാണ് CC എന്ന് പറയുന്നത്. CCയുടെ ക്ലാസ്സുകൾ മൊബൈൽ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. ക്ലാസ്സുകളെ പറ്റി കൂടുതൽ അറിയാൻ ഞങ്ങളുടെ നമ്പറിൽ കണക്ട് ചെയ്യുക. പുതിയ വീഡിയോസുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എക്സാം എഴുതുന്നവരൊക്കെ ഇങ്ങോട്ട് പോകുന്നുള്ളൂ. ഫ്രീ ഒരു മോഡൽ എക്സാം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഫ്രീ മോഡൽ എക്സാമിന് രജിസ്റ്റർ ചെയ്യാം എല്ലാവർക്കും. എന്നിട്ട് നിങ്ങളുടെ റാങ്കുകളൊക്കെ അറിയാം. ഇനി പുതിയ വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും ഉണ്ടാകും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. എല്ലാവരും ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുക. താങ്ക് യു സോ മച്ച്.